ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഉറക്കം കഴിച്ചിട്ടേ ഉള്ളൂ. ഉറക്കം കഴിച്ച് വരുമ്പം എന്നും നമുക്ക് കാണുന്നൊരു കാഴ്ച, നമ്മുടെ ഒരു പൂച്ചക്കുട്ടമുണ്ട്. വാതിൽ തുറന്നാൽ ഏത് സമയത്ത് ഇവിടെ കാണും. എന്താണ്ട് കാണിച്ചത് സ്ഥിരം അവന് ഏത് സമയത്ത് എണീച്ചാലും, ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ചാലും 4 മണിക്ക് എണീച്ചാലും 7 മണിക്ക് എണീച്ചാലും ആളുടെ കാണും. എന്നെ കണ്ടിട്ടേ പോകുള്ളൂ. ഇപ്പോൾ സ്ഥിരം ഞാൻ ഒരു പക്കാവട കൊടുക്കും. പക്കാവട ഇന്ന വേണ്ടി ഇരിക്കുന്നത് എന്നാൽ അപ്പോഴേ വലിയ പിന്നെ കാണില്ല. പക്കാവട കട്ടെ തരാം 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 തരാം. വാ 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 നീ പേടിക്കാതെ വേണ്ട. ഡാല ഡിയാണ് ഡി ഡി. ഒരു 2 മക്കളുണ്ട്. അവരെ കൊണ്ട് വരത്തില്ല. അവരവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് വരുന്നത് രാവിലെ കഴിക്കും. അടുക്കളയിൽ കുറച്ച് പാത്രം കിടപ്പുണ്ട്, അതൊന്ന് കഴുകി വയ്ക്കണം. ജ്യോതിക്കൊരു സഹായം. സമയം 7 മണി. ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചനൊക്കെ സെറ്റായി. ഇനി പല്ല് തേക്കണം, കുളിക്കണം. അതിന് സമയം 8 മണി. നമ്മളെ ജ്യോതിക്കുട്ടി നമുക്ക് വേണ്ടി രാവിലെ കാപ്പി ഉണ്ടാക്കാൻ എത്തിച്ചു. എന്നീ സമയത്താണ് വരുന്നത്. അതുകൊണ്ടാണ് പണിക്ക് താമസിക്കുന്നത്. അല്ല ഇടിയപ്പോണ് കള്ളത്തിലല്ല ഉള്ളതാണ്. ഓ, അല്ലെങ്കിൽ 7 മണിക്ക് അടിക്കും. കാപ്പി റെഡിയായി. ഇടിയപ്പം, ഇന്നലത്തെ മീൻകറി. നമ്മളെ പറ്റിക്കുകയാണ് ദിവസം. എന്നിട്ട് പറയും ഇതാ പറയും ഞാൻ ക്ഷീണിച്ചു എന്തൊക്കെ പറയല്ലേ. ഇതാണ് കാര്യം. ക്ഷീണിച്ചു പോകും. ഇങ്ങനെ കഴിച്ച് ക്ഷീണിക്കത്തില്ലേ. എൻ്റെ പേരാണ് ആത്തച്ചക്ക. നീ വേറെ പേര് പറയല്ലേ? ഞാൻ വേറെ പേര് ഇതിന്റെ ഇംഗ്ലീഷ് പേരാണ് ഞാൻ പറയുന്നത്. എന്തിനാണ്? കസ്റ്റർഡ് ആപ്പിൾ. കസ്റ്റമർ ആപ്പിളാണ്. പൊളിച്ചോ. അത് പറഞ്ഞാൽ നമ്മളെ ഉമ്മച്ചി തന്നെയാണ്, നമ്മുടെ സ്വന്തം ഉമ്മച്ചി തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒരെണ്ണം കഴിക്കാം. കുറച്ച് പ്രോട്ടീൻ കഴിക്കട്ടെ. ഈ ഉണക്ക ഇടിയപ്പത്തിൻ്റെ കൂടെ ഇത് വിളിച്ച് കഴിക്കട്ടെ. അപ്പോൾ ശരി, വീണ്ടും കഴിക്കാനുണ്ടെന്ന്. ക്ഷീണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിയോട് തന്നെണ്ടാ. എവരിഡേ ഇല്ല, വല്ലപ്പോഴും ഇന്ന് കഴിക്കും. വാങ്ങു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ വാസി. ഗുഡ് മോർണിംഗ് പറ. ഈ അച്ഛൻ്റെ കൊച്ചിനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കും, മുഖത്തരും. ഇതൊക്കെ അടുത്ത പരിപാടി അല്ല വാസി? വാസു പാടാ. പോയി ചേട്ടൻ വിളിച്ചിട്ടുണ്ടാ? പോയി പാപ്പിയാണോ? ഒക്കെ എണിച്ചു കൊടുത്തത് പാപ്പി എന്നാ? കഴിയില്ല, മോൻ കഴിയില്ല. ആത്തച്ചേക്ക് നല്ല മധുരമുള്ള കഴിച്ചോ, മക്കൾ കഴിച്ചോ. മുന്തിരി ചേട്ടാ, മുന്തിരി എന്നാ ചങ്ങക്കളെ. ചേട്ടനെ വിളിച്ചിട്ടുണ്ടാ? പോയി ഓടിപ്പോ. വിളിച്ചിട്ടാ പോ. ഇടവാ 3 മൂല ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് വർക്കല ക്ഷേത്രം റോഡിലാണ് നമ്മളെ ജോലി ചെയ്യുന്നത്. വർക്കല ബോർണിയ മുക്കെന്ന് പറയും. അവിടെ നമുക്കെന്നൊരു ഇവിടെ ഒരു ദന്തൽ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് വർക്ക്. ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് പോയി. എനിക്ക് ഇനി കുറച്ച് വർക്കുണ്ട്, ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. ഉച്ചവരെ അതാണ് നമ്മൾ ഇന്നലെ ചെയ്ത വർക്കുകളാണ് അതൊക്കെ. ഹായ്. ഇതുണ്ട്. അങ്ങനെ ആ സീലിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അളിയനും എത്തി പണി കഴിഞ്ഞപ്പോൾ. നമ്മൾ അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇറങ്ങി. ഇത് പെരക്കണിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഊണ് കഴിക്കാൻ കയറുകയാണ്. ലക്ഷ്മി റെസ്റ്റോറൻറ്റ്. വേണ്ട 2-3 പറ. ഇവിടെ വന്നപ്പോൾ നമ്മളെ അണ്ണനെ കണ്ട. പരിപ്പ് വെച്ച് വന്നോ. അതുപോലെ ക്യാമറ ഞങ്ങൾ നമ്മളെ യൂട്യൂബിലെടുത്തു, സിനിമയിലെടുത്തു.
നമ്മുടെ നാട്ടുകാരനാണ് അണ്ണ. നമ്മളെ അണ്ണ കണ്ടു, ഊണ് കിട്ടി. ഓക്കെ മതി മതി, സന്തോഷം. ഊണ് കഴിക്കാം. ഊണ് കഴിച്ചിട്ട് വർക്കല എലിപ്പാടി പോകുന്ന വഴിയാണ്. മുടി ബൈക്കുകളൊന്നും പോകില്ല. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രമാണോ? ജ്യോതിഷ് കാവ്. ജ്യോതിഷ് ശിവനല്ലേ? ഇല്ല, മേരി ഗോൾഡിലാണ് അടുത്ത ജോലി. അന്നുണ്ടോ? അയ്യോ, മേരി ഗോൾഡിൽ കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം. അമ്മേ, സമയം 3 മണിയായി. നമ്മൾ ചോറ് വഴിക്ക് ഇറങ്ങി വന്ന് 2:30 മണി ആയിരുന്നു. ഇനി എൻ്റെ ഇവിടെ കുറച്ച് ജോലിയുണ്ട്. അവിടെ ഒരു ലൈറ്റ് വയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളകത്ത് ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ഓണാക്കിയാ ഭയങ്കര വെട്ടം ഉണ്ടാ. അതാണ് സ്ട്രിപ്പ്. അതിൻ്റെ കുറച്ച് ഭാഗത്തൊന്ന് ജോയിൻ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി വന്നേ നമ്മൾ. വർക്കത്തെ ജോലിയും കഴിഞ്ഞ് നേരെ എത്തിയത് വെമ്പളത്താണോ, ഭാവന ഏജൻസി. നമ്മുടെ ചേട്ടൻ്റെ കടയാണ്. ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോണ കട. ഇനി നമ്മുടെ ടയർ പഞ്ചറാവില്ല എന്നൊരു പരസ്യം കണ്ടില്ലേ? അത് സംഭവം പുതിയൊരു അടിപൊളി സംഭവമായിട്ട് വന്നേക്കാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ ചെയ്താണ്. സീലൻ ഇത് ഒരിക്കൽ ഫില്ല് ചെയ്താൽ നമ്മളെ വണ്ടി ഒരിക്കലും പഞ്ചറാവില്ല അങ്ങനെ പറയുന്നത് അല്ലേ? ഇലക്ട്രിക് പണികളുണ്ട്. എന്താണ് കുറച്ച് ഉറക്കുണ്ട്. മാമൻ പെയിൻറ്റിങ്. അപ്പോൾ ഒറ്റയ്ക്കുള്ള ഫൈൻ. 50,000 ചെറിയ വിലയാണ്. പൈസ റെഡി പൈസ അല്ല, EMI. ജയ് ഹനുമാനാ? എന്താ വാസൻ? ജയ് ഹനുമാൻ. അങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് നേരത്തെ എത്തിയെന്ന് പറയാം. 4 മണിയായല്ലോ. എത്ര 4 മണിയായ? അല്ലെങ്കിൽ 7-8 മണിയൊക്കെയാണ്. പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ 4 മണിക്ക് എത്തിയിരിക്കുന്നത്. നല്ല ഉറക്കം. ഇനി പണി കഴിഞ്ഞ് അവിടെ നാളെ വർക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇനി എന്തിനു മക്കളെ? എന്ത് പറഞ്ഞ മക്കളെ? ആരെ കാറ് പൊടി? അമ്മേരെ കാറ് പൊടിയാ? ഊഞ്ഞാലില്ലേ അവൻ കളിപ്പാട്ടം കൊണ്ടുവന്നാണ് പറഞ്ഞേക്കെ. ഊഞ്ഞാല് കളിപ്പാട്ടം. അപ്പോൾ ഓക്കെ, ബായ്, ടാറ്റാ. പോട്ടെ, ടാറ്റാ. ഇനി ഇത് കഴിഞ്ഞ് കുളിച്ചിന്ന് റെഡി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത റിസോർട്ടിൽ പോകണം. അവിടെ നിന്ന് ഉദ്ഘാടനമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത്. ഓക്കെ, ബായ്, ടാറ്റാ, ബായ്.